യെസ് നമുക്ക് പയ്യനെ പ്രോബ്ലം ഏരിയയിലോട്ട് കിടക്കാം. നമ്മൾ കുറേ പ്രോബ്ലം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ആ മെറ്റീരിയൽ നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലങ്ങൾ ധാരാളമായിരിക്കും. കാരണം ഞാൻ ക്ലാസ്സിനകത്ത് ഓൾമോസ്റ്റ് നമ്മുടെ മെറ്റീരിയലിനകത്തും MTP RTP അകത്തുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. എന്നാലും നിങ്ങൾക്കതൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാനൊന്ന് ഓടിച്ച് പറയുന്നത് മാത്രം. നമുക്ക് ഈ പറയുന്ന പോലെ പ്രധാനമായിട്ടും എക്സാമിന് ചോദിച്ച് കാണാറുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോണേ. CAS number 4, cost accounting standards on cost of production, acquisition, supply of goods and provision of services. നേരത്തെ ഇതിൻ്റെ പേര് ക്യാപ്റ്റീവ് കൺസപ്ഷൻ എന്ന് മാത്രമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ ക്യാപ്റ്റീവ് കൺസപ്ഷൻ മീൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്യാപ്റ്റീവ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമുക്ക് ഇവിടെ കുറച്ച് GST കുറിച്ച് സംസാരിച്ചിട്ട് വേണം, നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ്. GST കുറിച്ച് സംസാരിച്ചിട്ട് വേണം നമുക്ക് പയ്യനെ ഇതിലോട്ട് വരാം. ക്ലിയർ? സോ നോക്കാം. ആദ്യത്തിനകത്ത് സെക്ഷൻ 15, ഞാൻ CGST ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. CGST ആക്ടിനകത്ത് സെക്ഷൻ 15 പറയുന്നത് ഓക്കെ, വാല്യൂ ഓഫ് ടാക്സബിൾ സപ്ലൈ. ടാക്സബിൾ സപ്ലൈയുടെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഷാൽ ബി ദ ട്രാൻസാക്ഷൻ വാല്യൂ. അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ വാല്യൂ തന്നെയാണ്, വിച്ച് ഈസ് ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേയബിൾ ഫോർ ദ സെറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് വെർ ദ സപ്ലയർ ആൻഡ് ദ റെസിപ്പിയന്റ് ഓഫ് സപ്ലൈ ആർ നോട്ട് റിലേറ്റഡ് പാർട്ടീസ്. ദാറ്റ് മീൻസ് കണ്ടീഷൻ നമ്പർ 1, റെസിപ്പിയന്റും സപ്ലയറും ആരായിരിക്കരുത്? റിലേറ്റഡ് പാർട്ടീസ് ആയിരിക്കരുത്. ആൻഡ് ദ പ്രൈസ് ഇസ് ദ സോൾ കൺസിഡറേഷൻ ഓഫ് ദ സപ്ലൈസ്. ഈ രണ്ട് കണ്ടീഷൻസും ഓക്കെ ആണെങ്കിൽ, ഏതൊക്കെയായിരുന്നു? പ്രൈസ് മാത്രമായിരിക്കുന്ന സോൾ കൺസിഡറേഷൻ, ഈ പറയുന്ന പോലെ സപ്ലയറും റിസീവറും നമ്മൾ യാതൊരു വിധ റിലേഷൻഷിപ്പും ഇല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ട്രാൻസാക്ഷൻ വാല്യൂനെ അസസബിൾ വാല്യൂ ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ആൻഡ് വേർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത് കാൻ ബി ഡിറ്റർമൈൻ. ഏത് പ്രകാരം? ഈ പറയുന്ന ഇത് പ്രകാരം ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ദാറ്റ് മീൻസ് ഈ പറയുന്ന ഇവർ റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രൈസ് മാത്രമല്ല സോൾ കൺസിഡറേഷൻ ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ദി സെയിം ഷാൾ ബി ഡിറ്റർമൈൻ ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ് എന്നാണ് CGST ആക്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ഓഫ് CGST റൂൾ 2017. ക്ലിയർ? സോ ആസ് പെർ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 പ്രകാരം നമ്മളോട് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ തന്നെയാണ് അസസബിൾ വാല്യൂ. ഇനി സെക്ഷൻ 15 സബ്സെക്ഷൻ 4 പ്രകാരം നമ്മളോട് പറയുന്നത് അങ്ങനെ അല്ലെങ്കിൽ, ദാറ്റ് മീൻസ് ബയ്യറോ സെല്ലറോ റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിലോ പ്രൈസ് മാത്രമല്ല സോൾ കൺസിഡറേഷൻ ആണെങ്കിലോ നമുക്ക് ഏത് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? സെക്ഷൻ 15 സബ്സെക്ഷൻ 4 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആ സബ്സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാ? ചാപ്റ്റർ 4 ഓഫ് CGST റൂൾ 2017 പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സോ നമുക്ക് നോക്കാം എന്താണ് റൂൾ. റൂളിനകത്ത് ഞാൻ ഓടിച്ച് പറയാം. ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ സപ്ലൈ 27 പ്രകാരം പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഗുഡ്സ് ഓർ സർവീസസ് വെർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട് ഹോൾ ഇൻ ദ മണി. ദാറ്റ് മീൻസ് പ്രൈസ് മാത്രമല്ല സോൾ കൺസിഡറേഷൻ എങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഒന്ന് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കണം. ക്ലിയർ? അതെങ്ങനെയായിരിക്കണം? ദ സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ഇൻ മണി പ്ലസ് ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ദാറ്റ് മീൻസ് ആ സെയിം ക്വാളിറ്റിനകത്തുള്ള പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ട്രീറ്റ് ചെയ്യണം. ഡിറ്റർമൈൻ. ഇനി ഇതിനകത്ത് ഈ 3 രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ റൂൾ 30 31 പ്രകാരമോ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് വേർ ദ കൺസിഡറേഷൻ ഈസ് നോട്ട്, അതായത് പ്രൈസ് മാത്രമല്ല സോൾ കൺസിഡറേഷൻ എങ്കിൽ എങ്ങനെയൊക്കെ ചാർജ് ചെയ്യാം? ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഏതിന്റെ? ആ പറയുന്ന ഗുഡ്സിന്റെയോ സർവീസിന്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അത് നോക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൺസിഡറേഷൻ മണി. മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും കൈൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈൻഡിനെ കൺവേർട്ട് ചെയ്ത് കൺസിഡറേഷൻ മണി എന്താണോ ആ രീതി കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റിയിൽ സെയിം ക്വാളിറ്റിയുള്ള ഗുഡ്സ് വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചാർജ് ചെയ്യാം. അതർവൈസ് ഈ 3 പറ്റിയില്ലെങ്കിൽ റൂൾ നമ്പർ 30, ഈ CGST റൂൾസിനകത്തുള്ള 30 31 പ്രകാരമോ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമത് നോക്കി, ഇവിടെ ബയ്യറും സെല്ലറും റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ ഈ പറയുന്നത് പോലെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുക്കാം, അല്ലെങ്കിൽ സെയിം കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഉള്ള എടുക്കാം. അതല്ലെങ്കിൽ റൂൾ നമ്പർ 30 31 പ്രകാരമുള്ള എടുക്കാം. മനസ്സിലായോ? ഓക്കെ. ആൻഡ് ഇവിടെ പറഞ്ഞിരിക്കും ഓക്കെ, ഇഫ് ഗുഡ്സ് ആർ ഇന്റൻഡഡ് ഫോർ ദ ഫർദർ സപ്ലൈ ആസ് സച്ച് ദ റെസിപ്പിയന്റ് ദ സെയിം ഷാൾ അറ്റ് ദ ഓപ്ഷൻ ഓഫ് ദ സപ്ലയർ. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അറ്റ് ദ ഓപ്ഷൻ ഓഫ് സപ്ലയർ ബി ആൻ എമൗണ്ട് ഈക്വലന്റ് ടു 90% ഓഫ് ദ പ്രൈസ് ചാർജ്ഡ് ബൈ ദ റെസിപ്പിയന്റ് ടു ഹിസ് കസ്റ്റമർ നോട്ട് ബീയിങ് എ റിലേറ്റഡ് പേഴ്സൺസ്. അതായത് A എന്ന് പറയുന്ന വ്യക്തി B എന്ന് പറയുന്ന വ്യക്തി തമ്മിൽ റിലേറ്റഡ് പാർട്ടീസ് ആണ്. B എന്ന് പറയുന്നത് ഒരു നോൺ റിലേറ്റഡ് പാർട്ടീസിന് ഇത് ട്രാൻസ്ഫർ ചെയ്തെന്ന് വരിക. അങ്ങനെയാണെങ്കിൽ A Bക്ക് കൊടുത്തതിന്റെ ട്രാൻസാക്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണോ അതിന്റെ 90% നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാം? ഈ പറയുന്ന ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ? അറ്റ് ദ ഓപ്ഷൻ ഓഫ് സപ്ലയർ. അയാൾക്ക് തീരുമാനിക്കാം ഇത് വേണോ വേണ്ടോ എന്നുള്ള കാര്യം. ക്ലിയർ? അതായത് ബയ്യറും സെല്ലറും റിലേറ്റഡ് പാർട്ടീസ് ആണെന്ന് കരുതുക. എയും ബിയും റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിൽ B വേറെ ആൾക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ C എന്ന് പറയുന്ന ഒരു അൺറിലേറ്റഡ് പാർട്ടീസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്ത ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണോ അതിന്റെ 90% ഈ റിലേറ്റഡ് പാർട്ടീസിന്റെ ട്രാൻസാക്ഷൻ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. And last one, the recipient is eligible for input tax credit. അതായത് കിട്ടുന്ന ആൾക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ITC ക്ലെയിം ചെയ്യുന്ന വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഈ പറയുന്ന നമ്മുടെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ? ഏത് മാർക്കറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഇവിടെയും പറഞ്ഞിരിക്കുന്നത് നോക്കി, ഈ രണ്ട് കേസിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കി, ഇവിടെ പ്രൈസ് മാത്രമല്ല സോൾ കൺസിഡറേഷൻ എങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ ഏത്
നമ്മുടെ മറ്റേ ബയ്യറും സെല്ലറും നമ്മൾ റിലേറ്റഡ് പാർട്ടീസ് ആണെങ്കിലോ നമുക്ക് ഈ പറയുന്ന കാര്യത്തിനകത്ത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിളും കൂടെ പറയാം, എന്നാലേ നമുക്കത് നൈസായിട്ട് ഏതിനകത്ത് കോസ്റ്റ് ഓഡിറ്റിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, എന്നാലും ഞാൻ പറയുന്നത് മാത്രം. ദാറ്റ് മീൻസ് ക്യാപ്റ്റീവ് കൺസെപ്ഷൻ എന്ന് പറയുന്ന കേസ്, ക്ലിയർ? ക്യാപ്റ്റീവ് കൺസെപ്ഷൻ എന്ന് പറയുന്ന കേസ് നിങ്ങൾ ആലോചിക്കുകയെ, നമുക്കൊരു ചെറിയ ഫാക്ടറി ഉണ്ടായിരുന്നു. ഈ ഫാക്ടറിക്കകത്താണ് നമ്മൾ റോ മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യണേ. ഈ റോ മെറ്റീരിയൽസ് ഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടറിയിലോട്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി. ഇവിടെ ഉണ്ടാക്കുന്ന ഇപ്പോൾ സപ്പോസ് 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ആണ് ഇവിടെ ഉണ്ടാക്കണത് എന്ന് വിചാരിക്കുക. ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആർക്കാണ്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാക്ടറിയിലോട്ടാണ്. ഇവിടെ രണ്ടുപേരും റിലേറ്റഡ് പാർട്ടീസ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഏത് നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 15 സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇവിടെ പ്രൈസ് മാത്രമാണോ സോൾ കൺസിഡറേഷൻ? ഇവിടെ കൺസിഡറേഷനേ ഇല്ല. കറക്റ്റ്? അങ്ങനെ വരുന്ന നേരത്ത് നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളോട് നോക്കി പറഞ്ഞിരിക്കുന്നത് എന്താ? ഈ പറയുന്നത് പോലെ എ ബിക്ക് ട്രാൻസ്ഫർ ചെയ്തു, ബി വേറൊരു അൺറിലേറ്റഡ് പാർട്ടീസിനാണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ 90% എടുക്കാം. പക്ഷെ ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ഇവിടെ റോ മെറ്റീരിയൽ ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഈ റോ മെറ്റീരിയലിനെ പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ ഇതേ പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, സെയിം കൈൻഡ് സെയിം ക്വാളിറ്റിയിൽ വേറെ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അതും ഇവിടെ പോസിബിൾ അല്ല. ബിക്കോസ് ഇവിടെ റോ മെറ്റീരിയൽ 100% ക്യാപ്റ്റീവ് കൺസെപ്ഷൻ ആണ്. എങ്ങോട്ട് മാത്രമാണ് പോണേ? നമ്മുടെ ഫാക്ടറിയിലോട്ട് മാത്രമാണ് പോണേ. സോ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ഈ പറയുന്ന ക്യാപ്റ്റീവ് കൺസെപ്ഷൻ എന്ന് പറയുന്നതിന്റെ കേസിനകത്ത് നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? റൂൾ നമ്പർ 30 31 അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. റൂൾ നമ്പർ 30 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇതാണ്. Value of supply of goods or services both based on the cost. Where the value of supply of goods or services or both is not determined by any of the preceding rules of this chapter, the value shall be the 110% of the cost of production. So നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 110% നമുക്ക് അതിന്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അസസബിൾ വാല്യൂ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണോ അതിന്റെ 110% ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ, റൂൾ നമ്പർ 31 എന്ന് പറയുന്നത് റെസിജ്വൽ മെത്തേഡാണ്. ബെസ്റ്റ് ജഡ്ജ്മെന്റ് മെത്തേഡ് എന്നൊക്കെ പറയില്ലേ? ഓഫീസർക്ക് തോന്നുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഏകദേശം ആ കറക്റ്റ് ആവുന്ന ഒരു എമൗണ്ട് ട്രീറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്യാപ്റ്റീവ് കൺസെപ്ഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യാപ്റ്റീവ് കൺസെപ്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എത്രയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്, ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 110% നിങ്ങൾക്ക് എന്തായിട്ട് ചാർജ് ചെയ്യേണ്ടി വരും? നമ്മുടെ അസസബിൾ വാല്യൂ ആയിട്ട് ചാർജ് ചെയ്യേണ്ടി വരും. ക്ലിയർ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാ, പ്രോബ്ലംസ് ചെയ്തതാ, ഓർക്കാൻ വേണ്ടി പറഞ്ഞതോളൂ. ദ പോയിന്റ്സ് ടു റിമെമ്പർ. ഒരു എക്സാമിന് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കണേ. ഒന്ന്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ മാത്രമേ ഏതിനകത്ത് വരുള്ളൂ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് വരുള്ളൂ. മനസ്സിലായി? നമ്മൾ പലതവണ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ മാത്രമേ അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ വരുള്ളൂ. വെറുതെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് തരികയാണെങ്കിൽ അറ്റ് ദ ഓപ്ഷൻ ഓഫ് യൂവേഴ്സ് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഏതായിട്ട് ട്രീറ്റ് ചെയ്യാം. ബട്ട് അതിന് താഴെ അസംഷൻ എഴുതണമെന്ന് മാത്രം. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. വെറും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ് തരുന്നതാണെങ്കിൽ നിങ്ങൾ അത് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് എക്സാമിന്. മനസ്സിലായോ? ക്ലിയർ? എന്നിട്ട് താഴെ അതിൻ്റെ നോട്ടായിട്ട് എഴുതി വയ്ക്കാം ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആയതുകൊണ്ടാണ് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനകത്ത് ട്രീറ്റ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ. ക്ലിയർ? ഇനി സപ്പോസ് 30% 40% എന്നൊക്കെയാണ് തരുന്നതെങ്കിൽ നോ ഡൗട്ട് ആ പറയുന്ന 30% 40% എത്രയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് അത് മാത്രം നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്താലും മതിയോ? മനസ്സിലായി? നമ്പർ 1. നമ്പർ 2, ചില ക്വസ്റ്റ്യൻസിനകത്ത് ഈ പറയുന്നത് പോലെ 15% 20% എന്നൊക്കെ പറഞ്ഞ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ടാവും. അതായത് ട്രാൻസ്ഫർ ചെയ്തത് 15% പ്രോഫിറ്റാണ്, 20% പ്രോഫിറ്റാണെന്ന് ഒരിക്കലും എടുക്കരുത്. ഇഗ്നോർ ചെയ്തേക്ക്. കാരണം എന്താ? നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിട്ട് അതിന്റെ 10% മാത്രം ആഡ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 110% മാത്രം എടുത്താൽ മതി. കേട്ടോ? നമ്മളെ കൺഫ്യൂസ് ചെയ്യാനാണ് ഈ പറയുന്ന 50% 20% ഒക്കെ തന്നെ. നോ ഡൗട്ട് അത് ട്രീറ്റ് ചെയ്യരുത്. ആൻഡ് എൻ്റെ ഒരു പേടിയാണ്, മേ ബി വലിയൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മൾ പ്രോബ്ലം ചെയ്തതാണ്, എന്നാലും കോസ്റ്റ് ഷീറ്റ് ഒന്ന് നോക്കിയിട്ട് പോയേക്ക്. കാരണം ആ കോസ്റ്റ് ഷീറ്റിനകത്ത് എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരണേ എന്നുള്ള കാര്യം കൂടെ ഒന്ന് നോക്കിയേക്ക്. മനസ്സിലായോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ദാറ്റ് മീൻസ് കോസ്റ്റ് ഷീറ്റ് നോക്കി നമുക്ക് ഏത് നോക്കേണ്ടി വരും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നോക്കേണ്ടി വരും, അസസബിൾ വാല്യൂ നോക്കേണ്ടി വരും. കോസ്റ്റ് ഷീറ്റ് നോക്കിയിട്ടല്ല, കോസ്റ്റ് ഷീറ്റ് നോക്കിയിട്ട് നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 110% എടുത്തിട്ട് വേണം നമ്മൾ ഇന്ന് നോക്കാൻ അസസബിൾ വാല്യൂ എടുക്കാൻ. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സാധനം ആദ്യം കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് കഴിഞ്ഞ് തൊട്ട് താഴെ അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് വേണം 110% എന്ന് എഴുതാൻ. മനസ്സിലായോ? സപ്പോസ് ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ കോളം വരയ്ക്കുന്നതെങ്കിൽ ആ കോളത്തിനകത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ആ പ്രൊഡക്ഷൻ എമൗണ്ട് എഴുതുക. എന്നിട്ട് തൊട്ട് താഴെ ഏതായിട്ട് അസസബിൾ വാല്യൂ ആസ് പെർ സെക്ഷൻ 30 ഓഫ് CGST, ആസ് പെർ റൂൾ 30 ഓഫ് CGST റൂൾസ് എന്ന് പറഞ്ഞിട്ട് വേണം അസസബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം എഴുതാൻ? 110% എഴുതാൻ.
മനസ്സിലായോ? അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ക്ലൂഷൻസ് ഈ പറയുന്നത് പോലെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റലോ അങ്ങനെ ഏതൊക്കെയോ നമ്മുടെ മെറ്റീരിയലിനകത്ത് കിടക്കുന്നുണ്ട്. അത് എക്സ്ക്ലൂഷൻ ആണെങ്കിൽ അത് നിങ്ങൾ തൊട്ട് താഴെ വേണമെങ്കിൽ എഴുതി വെച്ചോ. ഞാൻ നിർബന്ധം പറയില്ല, വേണമെങ്കിൽ എഴുതി വെച്ചോ. എന്താണ് അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസിനകത്ത് കയറി വരുന്നതല്ല, ദാറ്റ്സ് വൈ അതിന് എക്സ്ക്ലൂഡഡ് ആണ് എന്ന് പറഞ്ഞിട്ട് കൂടെ ഇരിക്കും. മനസ്സിലായോ? വിട്ടുപോകരുത്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ല. ഞാനൊരു ഒരു എക്സാമ്പിളായിട്ട് ഇതിനകത്ത് മെറ്റീരിയലിനകത്ത് കിടക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തു എന്ന് മാത്രം. നോക്കി, ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് നമുക്ക് ട്രീറ്റ് ചെയ്യാം, വേജസ് ആൻഡ് സാലറീസ് ട്രീറ്റ് ചെയ്യാം, ഡയറക്റ്റ് എക്സ്പെൻസ് ട്രീറ്റ് ചെയ്യാം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ട്രീറ്റ് ചെയ്യാം, ഫാക്ടറി ഓവർ ഹെഡ്സ് ട്രീറ്റ് ചെയ്യാം, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് ഉണ്ടോ 40% റിലേറ്റഡ് ടു പ്രൊഡക്ഷനാണ്. സോ ഇതിൻ്റെ ഇതല്ലല്ലോ, ഇതിൻ്റെ എത്ര ശതമാനം മാത്രം എടുത്താൽ മതി? 40% മാത്രം എടുത്താൽ മതി. ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ് എടുക്കാം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് എടുക്കാം, ഇൻട്രസ്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് വരില്ല, സെയിൽ ഓഫ് സ്ക്രാപ്പ് റിയലൈസ്ഡ് നമുക്ക് മൈനസ് ചെയ്യാം. ക്ലിയർ? സോ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന എടുക്കാൻ പറ്റുന്ന എല്ലാ കോസ്റ്റുകളെയും കൂടെ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം? സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്യാം. സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തിട്ട് നമുക്ക് നെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ടേം കിട്ടും. ക്ലിയർ? ആ നെറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ടേബിൾ ക്ലോസ് ചെയ്തു. അതിനുശേഷം മാത്രം താഴെ എഴുതിയാൽ മതി. ഏതാ? ആസ് പെർ CGST റൂൾ 2013 അസസബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻറ്റു 110%. ക്ലിയർ ആയോ? ഓക്കെ, ടെൻഷൻ ആവരുത്. മേ ബി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവുന്ന രീതിയിൽ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, കോസ്റ്റ് ഷീറ്റ് എടുക്കണം. കോസ്റ്റ് ഷീറ്റ് എടുത്തിട്ട് ഡയറക്റ്റ് എക്സ്പെൻസുകളായിട്ട് കയറി വരാൻ തുടങ്ങുന്നത് ഈ ക്വാളിറ്റി കൺട്രോൾ കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്, അതെല്ലാം ഡയറക്റ്റ് കോസ്റ്റാണ്. പ്രൊഡക്ഷന് മുമ്പ് വരെ ഉണ്ടാകുന്ന എല്ലാ കോസ്റ്റുകളെയും ഡയറക്റ്റ് കോസ്റ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൻ്റെ 110% എടുത്ത് പ്രോബ്ലം ചെയ്യാം. ക്ലിയർ? ഓക്കെ, ഓടിച്ച് ഒന്ന് പറഞ്ഞെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു എക്സാമിന് കയറുന്നതിന് മുമ്പ് ഇത് മാത്രം മതി. നമ്മൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഏത് നോക്കാം? നമ്മുടെ കപ്പാസിറ്റി ട്രീറ്റ് ചെയ്യാം. എളുപ്പം. ഓക്കെ.